ഞാനൊരിക്കൽ എല്ലാ ലൈനും അല്ല, വിനു തോമസായിട്ട് ഒരു പാട്ട് ചെയ്തപ്പോൾ അത് പർപ്പസ്ഫുള്ളിയാണ് വെച്ചാൽ ഞാൻ മുത്തുകുമാറിൻ്റെ ആ സമയത്ത് ഒരു പാട്ടുണ്ടായിരുന്നു, അഴക അഴക വരുന്ന ഉണ്ണികൃഷ്ണൻ സാറും മോളും പാടിയൊരു പാട്ട് ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഫോളോ ചെയ്തിട്ട് കുങ്കുമനിറ സൂര്യൻ ചന്ദനവെയിലാലെ എന്ന് പറയുന്ന പാട്ടിലെല്ലാം മധുരമാണ് വരുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസഫ് അലി സാറിൻ്റെ പാട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ പാട്ടിലെ എല്ലാ എൻഡും ഒരുപോലെ ആവണമെന്നില്ല, പക്ഷെ മിക്കവാറും ഈ എൻഡ് റൈമിങ് എല്ലാ പാട്ടിലും യൂസഫ് അലി സാറിന് ഉണ്ടാവും. അദ്ദേഹം അത് കീപ്പ് ചെയ്യും എല്ലാ പാട്ടിലും. ഇപ്പോൾ ഗേയം, ഹരിനാമധേയം, ഭവഭയസാഗര തരണോപായം, ശാശ്വത മൃത്യുഞ്ജയം, അനുരാഗലോല ഗാത്രി, വരവായി നീല രാത്രി, നിൻ്റെ പേരു വിളിക്കയാണോ എൻ്റെ കയ്യിലെ കങ്കണ്ണം, ചുംബനം യാചിക്കയാണോ ചുണ്ടിലൂറിയ തേൻകണ്ണം. അങ്ങനെ ആ റൈം യൂസഫ് അലി സാറ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഒരു 70% പാട്ടുകളിലും അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങനത്തെ എൻഡ് റൈം വരുന്നത് അത് ഒരു പരിധിവരെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വഴക്കമാണത്. അത് അദ്ദേഹം കീപ്പ് ചെയ്തിരുന്നു. വെച്ചാൽ ഒരേ സമയം സംസ്കൃതത്തിലുള്ള അവഗാഹവും സംസ്കൃതത്തിൽ എഴുതാനും അതേപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ വഴക്കമുണ്ടായിരുന്നു യൂസഫ് അലി സാറിന്. അപ്പോൾ അങ്ങനെ ഒരു എൻഡ് റൈം വരുമ്പോൾ അത് പാട്ടിന് കുറച്ചും കൂടി ഒരു അഴുത്തം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മ്യൂസിക്കാലിറ്റി ഉണ്ടാക്കും. അത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊക്കെ ഉണ്ട്.